ഓക്കെ, സോറി, അത് വിട്ടുപോയി, ഒന്നുകൂടെ ഞാൻ പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 3+1 ഡിവൈഡഡ് ബൈ 3+1+2 നമ്മൾ ചെയ്യുന്നു. രണ്ട് ടേമിനെ പ്രത്യേകമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യത്തെ ടേം ചെയ്യുമ്പോൾ ഇത് എക്സ് റൈസ് ടു 4/4 ആണ്. അപ്പോൾ 1/4 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഗുണം വേരിയബിൾ ടേമായ എക്സ് റൈസ് ടു 3+1, അതായത് എക്സ് റൈസ് ടു 4നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 4 × എക്സ് റൈസ് ടു 4-1 എന്നാണ് വരിക. ഓക്കെ, എക്സ് റൈസ് ടു എന്നിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ n × എക്സ് റൈസ് ടു n-1, അപ്പോൾ 4 × എക്സ് റൈസ് ടു 4-1 വരും. ഓക്കെ, ഇവിടെ മേളിലും താഴെ ഓരോ 4 വന്ന് അത് ക്യാൻസൽ ചെയ്ത് പോകും, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഈ ടേമിനെ ചെയ്തു. രണ്ടാമത്തെ 2നെ ചെയ്യുമ്പോൾ 2 കോൺസ്റ്റന്റ് ആണ്, അതാണ് +0 കൊടുത്തിരിക്കുക. ഓക്കെ, വീണ്ടും നമ്മൾ പറഞ്ഞതിലേക്ക് വരാം. ഇവിടെ മേളിലും താഴെ ഓരോ 4 വന്നിട്ടുണ്ട്. ഈ 4 തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി വരുന്ന എക്സ് റൈസ് ടു 4-1 ആണെന്ന് പറയുമ്പോൾ x³ ആണ് വരിക. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് വരും? x³ വരും. എക്സ് റൈസ് ടു 3+1 ഡിവൈഡ് ബൈ 3+1 +2നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സ് റൈസ് ടു 3 ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു 3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? എക്സ് റൈസ് ടു 3+1 ഡിവൈഡ് ബൈ 3+1 കിട്ടണം. ഓക്കെ, അതായത് x³ അല്ലെങ്കിൽ എക്സ് റൈസ് ടു 3നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് റൈസ് ടു 3+1 ഡിവൈഡ് ബൈ 3+1 കിട്ടണം. അപ്പോൾ നമുക്ക് റൂളിലേക്ക് വരാം. ഓക്കെ, നമ്മൾ റൂള് കൊടുത്തിരിക്കുന്ന ഇതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് സി. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1/n+1 ഇൻറ്റു n+1 ഇൻറ്റു എക്സ് റൈസ് ടു n+1 -1 വരും. മേളിലും താഴെയുള്ള n+1 തമ്മിൽ ക്യാൻസൽ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു +1ഉം -1ഉം കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് റൈസ് ടു n വരും ഈ ടേമിൽ. അടുത്ത ടേം എന്ന് പറയുന്നത് +c ആണ്. സിന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോയി, അത് വേണ്ട. അപ്പോൾ നമുക്ക് വരുന്നത് എക്സ് റൈസ് ടു n ആണ്. അതായത് എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് എക്സ് റൈസ് ടു n ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് റൈസ് ടു n-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരണം? എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് സി വരണം. എക്സ് റൈസ് ടു n-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് ഓർ മൈനസ് സി വരണം. ഈ റൂള് പ്രത്യേകം ഓർക്കുക, എപ്പോഴും ആപ്ലിക്കേഷൻ വരുന്ന കേസാണ്. ഓക്കെ, എക്സ് റൈസ് ടു n-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 പ്ലസ് ഓർ മൈനസ് സി വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ റൂളിലേക്ക് പോവാം. മൂന്നാമത്തെ റൂൾ എന്ന് പറയുമ്പോൾ ഇന്റഗ്രൽ 1/x dx ആണ്. ഇന്റഗ്രൽ 1/x dx. അതിന് മുമ്പ് നമുക്ക് അതിന്റെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡിഫറൻഷിയേഷൻ നോക്കാം. നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് പ്ലസ് സി ചെയ്യുമ്പം നമുക്ക് ആൻസർ വരുന്ന ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും 1/x ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 1/xനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടണം? ലോഗ് എക്സ് കിട്ടണം. അതാണ് ചെയ്തിരിക്കുന്നത്. ഇന്റഗ്രൽ 1/x dx ചെയ്തപ്പം ലോഗ് എക്സ് പ്ലസ് ഓർ മൈനസ് സി. കോൺസ്റ്റന്റ് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ റൂൾ നോക്കാം. നാലാമത്തെ റൂളിൽ ഇറൈസ് ടു എക്സിനെ എപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്താലും ആൻസർ ഇറൈസ് ടു എക്സ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇറൈസ് ടു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താലും എന്ത് തന്നെ കിട്ടണം? ഇറൈസ് ടു എക്സ് തന്നെ കിട്ടണം. അത് നോക്കാം. ഇന്റഗ്രൽ ഇറൈസ് ടു എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇറൈസ് ടു എക്സ് പ്ലസ് ഓർ മൈനസ് സി. ലാസ്റ്റ് ഫിഫ്ത്ത് വൺ നോക്കാം. ഫിഫ്ത്ത് വൺ നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മൾ 4x + 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ടേമിനെ ചെയ്യുമ്പോൾ 4 × വേരിയബിൾ ടേമിന്റെ ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ dx/dx വരും. dx/dx 1 ആണ്. 4 × 1 ആണ് കൊടുത്തിരിക്കുക. 4 × 1 വരും. +2 എന്ന് പറയുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടാൽ 0 വരും, കോൺസ്റ്റന്റ്. അപ്പോൾ 4 × 1 + 0 4 വരും. അതായത് 4x + 2നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 4 വരും. അങ്ങനെയാണെങ്കിൽ 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 4x + c വരണം. 4x എന്നുള്ളതിന് പകരം നമ്മളൊരു ജനറൽ ഫോമാറ്റ് കൊടുത്തു, kx + c. kx + cനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ k വരും. അങ്ങനെയാണെങ്കിൽ kനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരണം? kx + c വരണം. അപ്പം അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന റൂള്, അഞ്ചാമത്തെ റൂള്. അപ്പം നമ്മൾ നോക്കിയിരിക്കുന്നത് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ആണ്. 5 സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ നമ്മൾ പറഞ്ഞു. ഈ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ നമ്മളൊരു കോൺസ്റ്റന്റ് ടേം തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത ആൻസർ എപ്പോഴും 0 ആയിപ്പോകും. അപ്പം നമ്മളതാ പറഞ്ഞ നേരത്തെ x+5 ചെയ്താലും നമുക്ക് ഡെറിവേറ്റീവ് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നത് എന്താന്ന് പറഞ്ഞാൽ dx/dx 1 + 0 1 വരും. ഇനി x-17 ചെയ്താലും നമ്മൾ ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് 1 + 0 ആണ് വരിക, അല്ലെ -0 വരും. 17ന്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോയി, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഇനി കോൺസ്റ്റന്റ് ഇല്ല, നമ്മൾ x മാത്രം ചെയ്താലും നമുക്ക് 1 വരും.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാ x+5-ൻ്റെയും x-17-ൻ്റെയും വെറും എക്സിൻ്റെയും ഒക്കെ ഡെറിവേറ്റീവ് 1 ആയിട്ട് വരും. അപ്പോൾ 1നെ തിരിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും, പക്ഷേ കോൺസ്റ്റന്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. ആ ഒരു പ്രശ്നമാണ് നമ്മളിവിടെ നോക്കുന്നത്, കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. സപ്പോസ് d/dx ഓഫ് fx is equal to 5x. ഇവിടെ d/dx fxനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 5x കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ then by definition ഓഫ് ഇൻ്റഗ്രേഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആരെ കിട്ടണം? fxനെ കിട്ടണം. fxനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം 5x ആണ് കിട്ടിയതെങ്കിൽ 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ fx കിട്ടണം. ഇനി d/dx ഓഫ് fx plus c നോക്കാം. ഇവിടെ 2 ടേം ഉണ്ട്, 2 ടേമിനെ പ്രത്യേകമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, d/dx ഓഫ് fx ചെയ്തപ്പോൾ നമുക്ക് 5x കിട്ടി, cനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം 0 വന്നു, 5x plus 0 ചെയ്തപ്പോൾ 5x വന്നു. ഈ പർട്ടിക്കുലർ കേസിൽ നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തുകയാണെങ്കിൽ, കാരണം fx plus cനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പം, ഇത് ക്ലിയർ അല്ലല്ലോ ഈ ക്യാമറ, എന്താ ഇത്? ഓക്കെ, fx plus cനെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ ആരെ കിട്ടി? 5xനെ കിട്ടി. അതിൻ്റെ കൂടെ ആരുണ്ടായിരുന്നു? പ്ലസ് c ഉണ്ടായിരുന്നു, അതുകൊണ്ട് +0 വന്നു. അപ്പോൾ ആൻസർ എത്രയാ? 5x. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ റൂൾ അനുസരിച്ചിട്ട് ഈ കിട്ടിയിരിക്കുന്ന ഫൈനൽ ആൻസർ ആയ 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഫംഗ്ഷൻ fx plus c ആണ്. അതേസമയം തൊട്ടു മുകളിലത്തെ കേസിൽ നമ്മൾ 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആരെ കിട്ടിയാൽ മതി? fx കിട്ടിയാൽ മതി, അവിടെ +c വേണ്ട. ഓക്കെ, രണ്ടാമത്തെ കേസിൽ fx plus c വരണം. Thus we arrive at 2 integrals for the same function 5x. ഇപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ fx കിട്ടി, രണ്ടാമത്തെ കേസിൽ 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം fx plus c കിട്ടി. അതാണ് പറഞ്ഞത്, നമ്മൾ 2 ഇൻ്റഗ്രൽസ് കിട്ടുന്നു, ആദ്യമേ fxഉം രണ്ടാമത് fx plus cയും കിട്ടുന്നു. ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം? 5xനെ. ഈ 2 ഇൻ്റഗ്രൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വിച്ച് ഡിഫർ only by a constant c. ഇവിടെ c ഇല്ല, ഇവിടെ c ഉണ്ട്, അത്രേ ഉള്ളൂ വ്യത്യാസം. ദ ഫംഗ്ഷൻ fx plus c ഈസ് കോൾഡ് എ ജനറൽ ഇന്റഗ്രൽ. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല, ഉണ്ടെങ്കിൽ അതിന്റെ വില എത്രയാണെന്നും അറിയത്തില്ല. അപ്പം നമ്മൾ ജനറലി ഒരു +c കൊടുത്ത് എഴുതുന്ന ഇന്റഗ്രലിനെ നമ്മൾ ജനറൽ ഇന്റഗ്രൽ എന്ന് പറയും. The function fx plus c is called general integral and the constant c is called the constant of integration. c ന് നമ്മൾ എന്ത് പറയുന്നു? constant of integration എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുന്ന ഫോമുല 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് fx കിട്ടി, രണ്ടാമത്തെ കേസിൽ നമ്മൾ 5xനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് fx plus c കിട്ടി. fx plus c എന്നുള്ള ഫോമാറ്റിന് നമ്മൾ ജനറൽ ഇൻ്റഗ്രൽ എന്നും പറയുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് എപ്പോഴും നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നു. ഈ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഡെറിവേറ്റീവ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, അതുണ്ടോ ഇല്ലയോ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഇതൊന്നും അറിയാൻ പറ്റില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്ലൂ തന്നിരിക്കണം. ഇൻ്റഗ്രേഷൻ ക്വസ്റ്റ്യനിൽ കോൺസ്റ്റന്റ് എത്ര ആയിരിക്കും എന്നുള്ള ക്ലൂ തന്നാൽ, അല്ലെ കോൺസ്റ്റന്റ് നേരിട്ട് തന്നാൽ മാത്രമേ നമുക്ക് കോൺസ്റ്റന്റ് അറിയാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ ഒരു ക്ലൂ തന്നിട്ടില്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ നടത്തി ഫൈനൽ ആൻസർ ആയിട്ട് എഴുതുമ്പോൾ എപ്പോഴും ഒരു +c കൊടുക്കും. അത് പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം, 0 ആകാം, നമുക്ക് ഉറപ്പില്ല, നമ്മൾ വെറുതെ ഒരു c കൊടുക്കും. അപ്പോൾ +c കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്ന ഇൻ്റഗ്രേഷൻ റിസൾട്ടിനെ അല്ലെങ്കിൽ ഇൻ്റഗ്രലിനെ നമ്മൾ ജനറൽ ഇൻ്റഗ്രൽ എന്നും ആ c എന്ന് പറയുന്നതിനെ നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്നും പറയുന്നു. അടുത്ത നമുക്ക് ഫണ്ടമെന്റൽ റിസൾട്ട്സ് ഓഫ് ഇൻ്റഗ്രേഷനും കൂടെ നോക്കാം. ഓക്കെ, ഫണ്ടമെന്റൽ റിസൾട്ട്സിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഇൻ്റഗ്രൽ a × 5x dx. അതിൽ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇവിടോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ a × 5x dx is equal to a × integral 5x dx where a is a constant. That is, if a function is multiplied by a constant, then the integral of that function is also multiplied by the same constant. അതായത് നമ്മൾ ഇൻ്റഗ്രേഷൻ നടത്തുമ്പോൾ നമുക്ക് 5x dx എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ആദ്യമേ ആ കോൺസ്റ്റന്റ് പുറത്തെടുക്കും, ഗുണം നമ്മുടെ വേരിയബിൾ ടേമിൻ്റെ ഇൻ്റഗ്രലും എടുക്കും. ഡിഫറൻഷിയേഷൻ പോലെ തന്നെ 4xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നേരം നമ്മൾ 4 ഗുണം dx/dx ചെയ്യുന്നു പറയുന്ന പോലെ a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചിരിക്കുന്ന 5x എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നേരം നമ്മൾ a ഗുണം ഇൻ്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ് എടുക്കുക. a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഗുണം ഇൻ്റഗ്രൽ ഓഫ് 5x dx. അതാണ് ആദ്യത്തെ റൂള്. ഇനി രണ്ടാമത്തെ, ഇതും ഡിഫറൻഷിയേഷൻ്റെ സെയിം ആണ്. ഒന്നിലധികം ടേംസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഇത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയും. എത്ര പാർട്സ് ഉണ്ടോ ഓരോ പാർട്ടിനെയും പ്രത്യേകമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
ഇന്റഗ്രൽ 5nx പ്ലസ് ഓർ മൈനസ് 5 dx ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 5nx dx പ്ലസ് ഓർ മൈനസ് ഇന്റഗ്രൽ 5 dx ചെയ്യും. അതായത് ഒന്നിലധികം ടേംസ് ഉണ്ടെങ്കിൽ ഓരോ ടേമിനെയും പ്രത്യേകമായിട്ട് എക്സിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ക്വസ്റ്റിന് തന്നിരിക്കുന്ന സൈൻ കൊടുക്കുക. പ്ലസ് സൈൻ ആണെങ്കിൽ അത് കൊടുക്കുക, മൈനസ് സൈൻ ആണെങ്കിൽ അത് കൊടുക്കുക. എത്ര ടേം ഉണ്ടോ അത്രയും ടേമിനെയും പ്രത്യേകമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് ദി സം ഓർ ഡിഫറൻസ് ഓഫ് എ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഈസ് ഈക്വൽ ടു ദി സം ഓർ ഡിഫറൻസ് ഓഫ് ദി ഇന്റഗ്രൽസ് ഓഫ് ദി ഫംഗ്ഷൻ. എത്ര ടേം ഉണ്ടോ അത്രയും ടേമിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിന്റെ ബാക്കി നോക്കാം. ഓക്കെ, നമുക്ക് തേർഡ് കേസിലേക്ക് വരാം. തേർഡിൽ പറഞ്ഞിരിക്കുന്നത് ടു ഇന്റഗ്രേറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. ഫസ്റ്റ് ഫൈൻഡ് ദി പ്രോഡക്റ്റ് ഓഫ് ദ ഫംഗ്ഷൻസ് ദെൻ ഇന്റഗ്രേറ്റ് ദ റിസൾട്ട്, ദാറ്റ്സ് ദ പ്രോഡക്റ്റ്. ഇവിടെ ഇന്റഗ്രേഷന് പ്രത്യേകം പ്രോഡക്റ്റ് റൂൾ ഇല്ല, ഡിഫറൻഷിയേഷന്റെ പോലെ. രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റിന്റെ ആയിട്ട് ഇന്റഗ്രേഷൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആ പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. അല്ലാണ്ട് ഡിഫറൻഷിയേഷൻ പോലെ ഇവിടെ നമുക്ക് സെപ്പറേറ്റ് റൂൾ ഇല്ല. ഇനി നാലാമത്തേത് ടു ഇന്റഗ്രേറ്റ് ദ കോഷ്യന്റ് ഓഫ് ടു ഫംഗ്ഷൻസ്. ഫസ്റ്റ് ഫൈൻഡ് ദി കോഷ്യന്റ്. നമ്മൾ ആദ്യം ആ റിസൾട്ടിനെ കാണണം. അതായത് ഡിവൈഡ് ദി ന്യൂമറേറ്റർ ബൈ ദി ഡിനോമിനേറ്റർ. നമ്മൾ അംശത്തിനെ ഛേദം കൊണ്ട് ഹരിച്ച ആൻസർ, ഹരണഫലം, കോഷ്യന്റ് കണ്ടെടുക്കുന്നു. ആൻഡ് ഇന്റഗ്രേറ്റ് ദ റിസൾട്ട്സ് ഒബ്ടൈൻഡ്. എന്നിട്ട് ആ റിസൾട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ ഡിവിഷന്റെ കേസിലും നമുക്ക് ഡിഫറൻഷിയേഷൻ പോലെ പ്രത്യേകം റൂളില്ല. ഒരു ഹരണഫലമായിട്ട് മേളിലും താഴെ ഓരോ ടേംസ് വന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷനെ താഴത്തെ ഫംഗ്ഷൻ കൊണ്ട് ഹരിച്ച് ആൻസർ കണ്ടിട്ട് ആൻസറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസും കൂടെ നോക്കാം. ആദ്യമേ എക്സ് റൈസ് ടു 5നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു എപ്പോഴും ഇന്റഗ്രേഷൻ കഴിയുമ്പോൾ നമ്മൾ ഒരു പ്ലസ് സി കൊടുക്കും. കോൺസ്റ്റന്റ് ഉണ്ടോ ഇല്ലയോ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും നമുക്കറിയില്ല, വെറുതെ ഒരു സി കൊടുക്കും. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ജനറൽ ഇന്റഗ്രൽ എന്ന് പറയുക. ഇതിനാണ് നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ പറയുക. ഓക്കെ, ഇനി എക്സ് റൈസ് ടു 5നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു n+1 ഡിവൈഡഡ് ബൈ n+1 ആണ് വരേണ്ടത്. അപ്പൊ എക്സ് റൈസ് ടു 5 എന്ന് പറയുമ്പോൾ 5 എന്ന് പറയുന്നതാണ് എന്നിന്റെ പ്ലേസിൽ വന്നിരിക്കുന്നത്. ആൻസർ എടുക്കുമ്പോൾ എക്സ് റൈസ് ടു 5+1 ഡിവൈഡ് ബൈ 5+1 വരും. അതായത് എക്സ് റൈസ് ടു 6 ഡിവൈഡ് ബൈ 6 പ്ലസ് സി. ഇനി രണ്ടാമത്തെ വെറുതെ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയുന്നു. എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വെറും എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1 ആണ്. അപ്പൊ ഇവിടെ നമ്മൾ അതേ റൂൾ അപ്ലൈ ചെയ്യും. എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു n+1 വരണം. അതായത് എക്സ് റൈസ് ടു 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു 1+1 ഡിവൈഡ് ബൈ 1+1, അതായത് x² 2+c വരും. അടുത്തത് എക്സ് റൈസ് ടു -7 dx. ഇവിടെ അതെ നമ്മൾ നേരത്തെ പറയുന്ന അതേ റൂൾ തന്നെ അപ്ലൈ ചെയ്യുന്നു, പവർ റൂൾ. എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു n+1 ദ ഹോൾ ഡിവൈഡ് ബൈ n+1 വരും. ഇപ്പൊ എക്സ് റൈസ് ടു -7നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു -7 +1 ഡിവൈഡഡ് ബൈ -7+1, അതായത് എക്സ് റൈസ് ടു -6 ഡിവൈഡ് ബൈ -6 പ്ലസ് സി വരും. ഇനി അടുത്തത് ഇന്റഗ്രൽ √x dx. √x എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു ഹാഫ് ആണ് ശരിക്കും അത്. അപ്പൊ എക്സ് റൈസ് ടു ഹാഫ് dx ഇവിടെ പറഞ്ഞ അതേ റൂൾ തന്നെ. എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 ചെയ്യണം. എക്സ് റൈസ് ടു ഹാഫിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു ഹാഫ് +1 ഡിവൈഡ് ബൈ ഹാഫ് +1 പ്ലസ് സി. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ കേസിൽ നമുക്ക് 3 ടേം ഉണ്ട്. 3 ടേമിനെ നമ്മൾ പറഞ്ഞു ഒന്നിലധികം ടേം ഉണ്ടെങ്കിൽ ഓരോ ടേമിനെയും പ്രത്യേകമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യമേ നമ്മൾ കൊടുക്കും ഇന്റഗ്രൽ x³ dx. പിന്നെ തന്നിരുന്ന സൈൻ കൊടുക്കാം മൈനസ്. അടുത്തത് എക്സ് ആണ്, അപ്പൊ ഇന്റഗ്രൽ x dx വരും. പിന്നെ കൊടുത്തിരുന്ന സൈൻ പ്ലസ് സൈൻ ഇറക്കി എഴുതുക. ലാസ്റ്റ് ടേം 1 ആണ്, ഇന്റഗ്രൽ 1 dx. എക്സ് റൈസ് ടു 3 അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1, അതായത് എക്സ് റൈസ് ടു 3+1 ഡിവൈഡ് ബൈ 3+1 അല്ലെങ്കിൽ എക്സ് റൈസ് ടു 4 ഡിവൈഡ് ബൈ 4. കൊടുത്തിരുന്ന സൈൻ മൈനസ് സൈൻ ഇറക്കി എഴുതി വെറും എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. എക്സ് എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 1 ആണ്. അപ്പൊ എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1, അപ്പൊ x² 2 വരും. എക്സ് റൈസ് ടു 1+1 ഡിവൈഡ് ബൈ 1+1, അതായത് x² 2 വന്നു. അടുത്തത് ക്വസ്റ്റിനുള്ള സൈൻ ഇറക്കി എഴുതി പ്ലസ്. ഇനി ഇന്റഗ്രൽ 1 dx നമ്മൾ ആദ്യത്തെ റൂൾ പഠിച്ചതാണ്. വെറും ഇന്റഗ്രൽ dx എന്നോ അല്ലെങ്കിൽ ഇന്റഗ്രൽ 1 dx എന്ന് പറഞ്ഞാൽ എക്സ് ആണ് വരിക. പ്ലസ് എക്സ് കൊടുത്തു. ഇവിടെ ഒരു പ്രാവശ്യം മാത്രം ഏറ്റവും ഒടുവിൽ ഒറ്റ കോൺസ്റ്റന്റ് കൊടുത്താൽ മതി. ഓരോ ടേമിലും കോൺസ്റ്റന്റ് കൊടുക്കേണ്ട. അവസാനം ഫൈനലായിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുത്തു. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. എത്ര പാർട്സ് ഉണ്ടോ അത്രയും പാർട്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്ന കേസാണ്. ഓക്കെ, ഇവിടെ വീണ്ടും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ടേം ഉണ്ട്. അപ്പൊ 4 ടേമിനെ പ്രത്യേകം ആദ്യം നമ്മൾ ഇന്റഗ്രൽ എക്സ് റൈസ് ടു 5 dx കാണും. പിന്നെ ഇന്റഗ്രൽ 1/x⁻⁷ dx കാണും. മൈനസ് ഇന്റഗ്രൽ x dx കാണും. മൈനസ് ഇന്റഗ്രൽ 1 dx കാണും. ഇവിടെ നമുക്ക് നേരിട്ട് ചെയ്യാം. എക്സ് റൈസ് ടു 5നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റൈസ് ടു എന്നിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1, അതായത് എക്സ് റൈസ് ടു 5+1 ഡിവൈഡ് ബൈ 5+1 എന്ന് പറയുമ്പോൾ എക്സ് റൈസ് ടു 6 ഡിവൈഡ് ബൈ 6 വന്നു. പ്ലസ്
അടുത്ത ടേം എക്സ് റേസ് ടു -7 എന്ന് ആണ് വരിക ഈ ടേം. 1/x⁻⁷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എക്സ് റേസ് ടു 1/x⁻⁴ എന്ന് പറയുന്നത് x⁻⁻1 ആണ്. അപ്പോൾ ഇത് ശരിക്കും x⁻⁻7 ആണ്. x⁻⁻7നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁻n ഇന്റഗ്രേറ്റ് ചെയ്താൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1, അതായത് x⁻⁻7 + 1 ഡിവൈഡഡ് ബൈ -7 + 1 എന്ന് പറയുമ്പോൾ x⁻⁻6 ഡിവൈഡ് ബൈ -6 വന്നു. അടുത്തത് -x നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ മൈനസ് സൈൻ കൊടുത്തു. വെറും x എന്ന് പറയുമ്പോൾ x⁻1 ആണ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x⁻1+1 ഡിവൈഡ് ബൈ 1+1, അതായത് x²/2 വരും. ലാസ്റ്റ് ടേം മൈനസ് സൈൻ കൊടുത്തു. ഈ 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ x വരും. ലാസ്റ്റ് ഒരു കോൺസ്റ്റന്റ് കൂടെ കൊടുത്തു +c. ഇനി നമ്മൾ കോഷ്യൻ റൂള്, പ്രോഡക്റ്റ് റൂളും കോഷ്യൻ റൂളുമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. തൽക്കാലം ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.